കഴിഞ്ഞ ദിവസം വായുസേനയുടെ സേനാ മെഡൽ നേടിയ ഒരു വിംഗ് കമാൻഡറുണ്ട്. വിംഗ് കമാൻഡർ അക്ഷയ് സക്സേന. ഈ അക്ഷയ് സക്സേനയ്ക്ക് എന്തിനാണ് ഈ മെഡൽ നൽകിയതെന്ന് ചോദ്യം ഉയരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സർക്കാർ ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 2024 മാർച്ച് 16 10 മണിക്കൂർ അതിസാഹസികമായി നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെ 17 പേരുടെ ജീവൻ, അതായത് സൊമാലിയിലെ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തൊരു കപ്പലിലെ 17 പേരുടെ ജീവൻ രക്ഷിച്ചത് ഈ വിംഗ് കമാൻഡറുടെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു. അതായത് അദ്ദേഹം പറത്തിയ വിമാനം, ആ വിമാനം ഈ രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെ വളരെ താഴ്ന്ന് അവർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് പറത്തുകയും സന്ധ്യാസമയത്ത് ഈ കടൽക്കൊള്ളക്കാർ പിടിച്ച ആ ഷിപ്പിൻ്റെ അവിടെ എത്തുകയും ആ ഷിപ്പിലേക്ക് 18 മാർക്കോകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഒരു സൈനിക വിഭാഗമാണ്. മാർക്കോകൾ 18 മാർക്കോകൾ അടങ്ങുന്ന 2 ടീമുകളെ കോമ്പാക്റ്റ് റബ്ബറൈസ്ഡ് റൈഡിംഗ് ക്രാഫ്റ്റ് ബോട്ടുകൾ, അതായത് ചെറിയ ബോട്ടുകളിലൂടെ അവിടെ എത്തിക്കുകയും ഈ 17 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ത്യൻ നാവികസേന അല്ലെങ്കിൽ ഇന്ത്യൻ സേന ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊന്നും പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ ഡീറ്റെയിൽസുകൾ പുറത്തുവിടുകയാണ്. കാരണം അദ്ദേഹത്തിന് ഈ മെഡൽ ലഭിക്കുമ്പോൾ സേന കൂടി കാരണം പറയുമ്പോൾ ഇന്ത്യക്കാരെന്ന് ആയതിൽ നമുക്ക് അഭിമാനം വാനോളമുയരുന്നു. ഈ വിംഗ് കമാൻഡർക്ക് രാജ്യത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം തൻ്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കടൽക്കൊള്ളക്കാരിൽ നിന്നും ഈ 17 പേരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ 10 മണിക്കൂർ നീണ്ട ഒരു ഓപ്പറേഷൻ. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിംഗ് കമാൻഡറാണ്. അദ്ദേഹമാണ് ഈ വിമാനം വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ പറത്തിയെന്നാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, മറ്റ് രാജ്യങ്ങളുടെയൊക്കെ അതിർത്തികളിൽ കൂടി ഈ വിമാനം കടന്നു പോകുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ സിഗ്നലുകളെല്ലാം ഓഫ് ചെയ്ത് കടലിൻ്റെ വളരെ അടുത്ത് താഴ്ന്നു പറന്നുകൊണ്ടാണ് ഈ ഒരു ദൗത്യം പൂർത്തിയാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ. അതായത് ഈ വിംഗ് കമാൻഡർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.